നമസ്കാരം സുഹൃത്തുക്കളെ, നമുക്കിന്ന് മാറി മാറി കത്തുന്ന നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയാലോ? ആദ്യമായി ഒരു പേപ്പറിൽ ഒരു സ്റ്റാറിൻ്റെ ഉള്ളിലായി മറ്റൊരു സ്റ്റാർ വരുന്ന രീതിയിൽ വരയ്ക്കുക. ഇതുപോലെ. ഞാൻ LED ഉറപ്പിക്കാനായി ഈ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ഷീറ്റ് ഹാർഡ്വെയർ കടകളിൽ കിട്ടും. ഇനി ആ ഷീറ്റ് റെക്ടാങ്കുലർ ഷേപ്പിൽ വെട്ടി അതിൽ സ്റ്റാർ വരച്ച പേപ്പർ ഒട്ടിക്കുക. പിന്നീട് 2 സ്റ്റാറിൻ്റെ ഷേപ്പിലും LED ഉറപ്പിക്കാനുള്ള ഹോളുകൾ ഇടുക. ഇതുപോലെ. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ സ്റ്റാറിൻ്റെ ഹോളുകളിൽ പച്ച LED ബൾബുകൾ ഉറപ്പിക്കുക. ഞാൻ സ്പീഡിൽ പറയുന്നത് വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാനാണ് കേട്ടോ. ഇനി പച്ച LEDകളുടെ പോസിറ്റീവ് കാലുകൾ ഒരു ചെറിയ കമ്പി ഉപയോഗിച്ച് കണക്ട് ചെയ്യുക. ഇതുപോലെ. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ പച്ച LED ബൾബുകളുടെ നെഗറ്റീവ് കാലുകൾ തമ്മിൽ കണക്ട് ചെയ്യുക. ഇനി സൂം ചെയ്ത വ്യൂ ഒന്ന് നോക്കാം. ഇനി വലിയ സ്റ്റാറിൽ ചുവന്ന LEDകൾ പിടിപ്പിക്കുക. ഒരു വയർ സ്ട്രിപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്താണ് ഞാൻ ചെമ്പ് കമ്പികൾ എടുത്തത്. ഇനി ചുവന്ന LEDകളുടെ പോസിറ്റീവുകൾ തമ്മിൽ കണക്ട് ചെയ്യുക. ഇനി നെഗറ്റീവുകൾ തമ്മിൽ കണക്ട് ചെയ്യുക. നെക്സ്റ്റ് ചുവന്ന LED ബൾബുകളുടെയും പച്ച LED ബൾബുകളുടെയും നെഗറ്റീവുകൾ തമ്മിൽ കണക്ട് ചെയ്യുക. ഇനി LED പിടിപ്പിച്ചിരിക്കുന്ന ബോർഡ് ഒരു തടിയിൽ ഉറപ്പിക്കുക. ഇതുപോലെ. ഇനി നമുക്ക് സർക്യൂട്ട് ഉണ്ടാക്കാം. അതിനായി ഒരു ബ്രെഡ് ബോർഡ് എടുത്ത് അതിൽ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കമ്പോണൻറ്റ്സ് കണക്ട് ചെയ്യുക. ഈ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് അൺസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ആണ്. ഇലക്ട്രോണിക്സിനോട് താല്പര്യമുള്ളവർക്ക് അറിയാമല്ലോ. ഞാനിവിടെ 555 IC വെച്ചുള്ള അൺസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിവിടെ 5 വോൾട്ടിൻ്റെ റിലേ ആണ് ഉപയോഗിക്കുന്നത്. റിലേയുടെ കണക്ഷൻ സർക്യൂട്ട് ഡയഗ്രം നോക്കി മനസ്സിലാക്കുക. ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഇപ്പോൾ നമുക്ക് റിലേ റെഗുലർ ഇൻ്റർവെൽസിൽ അടിക്കുന്നത് കേൾക്കാം. അതിനർത്ഥം സർക്യൂട്ടിലെ കമ്പോണൻറ്റ്സ് കണക്ട് ചെയ്തത് കൃത്യമായിട്ടാണ് എന്നാണ്. ഇവിടെ അൺസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിനെ പവർ ചെയ്യുന്നത് 9 വോൾട്ട് DC ബാറ്ററി ഉപയോഗിച്ചാണ്. എന്നാൽ LED ബൾബുകളെ പവർ ചെയ്യുന്നത് 3 വോൾട്ട് ബാറ്ററി ഉപയോഗിച്ചാണ്. ഇനി LEDയിലേക്കുള്ള 3 വോൾട്ട് DC ബാറ്ററി കണക്ട് ചെയ്യാം. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ സർക്യൂട്ട് വിജയകരമായി വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ പ്രോജക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. തെറ്റുകൾ തിരുത്താൻ സഹായിക്കുക. അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.